പല യുവനടിമാരും ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന നടിയാണ് മമിത ബൈജു. തുടരെ തുടരെ സൂപ്പർ താരങ്ങൾക്കൊപ്പമാണ് മമിത അഭിനയിക്കുന്നത്. ചെറിയ റോളുകളിൽ നിന്ന് മുൻനിര നായിക റോളിലേക്ക് മമിത വളർന്നത് പിന്നിലെ കാരണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു ശ്രദ്ധ നേടുന്നത്. സിനിമയിൽ ടാലന്റ് മാത്രം പോരാ, ടൈമിങ്ങും അവസരങ്ങളും തിരിച്ചറിയാനുള്ള ബുദ്ധിയും വേണമെന്ന് മമതയുടെ വളർച്ചയെക്കുറിച്ച് എല്ലാവരും പറയുന്നു. കിട്ടിയ ഒരവസരത്തെ അത്രയും ബ്രില്യൻസായി കൈകാര്യം ചെയ്ത നടിയാണ് മമിത ബൈജു. ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തു പോന്നിരുന്ന മമതയ്ക്ക് കരിയർ ബ്രേക്ക് കിട്ടുന്നത് പ്രേമലു സീമയിലൂടാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള പുള്ളിക്കാരുടെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയം. പ്രദീപ് രംഗനാഥൻ, ധനുഷ്, വിജയ്, സൂര്യ തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പമുള്ള സിനിമയിലേക്ക് എത്ര പെട്ടെന്നാണ് മമിത വളർന്നത്. സത്യത്തിൽ മമതയുടെ തിരഞ്ഞെടുപ്പിനെ തന്നെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അതായത് ഒരു സിനിമയുടെ വിജയത്തിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് പോകുന്നത് മാത്രമല്ല ഈ കരിയർ പറയുന്നത്. ആ വിജയത്തിന് ശേഷം സ്വന്തം മാർക്കറ്റ് എവിടേക്കൊക്കെ വികസിപ്പിക്കണമെന്ന് തിരിച്ചറിയുന്നതും കരിയറിൻ്റെ ഭാഗമാണ്. മമിത അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് തന്നെയാണ് മമിതയുടെ തിരഞ്ഞെടുപ്പുകളും അതിന് അനുസരിച്ചുള്ള അല്ലെങ്കിലും സിനിമയിൽ ടാലൻറ്റ് മാത്രം പോരാ, ടൈമിങ്ങും വേണം, അവസരം തിരിച്ചറിയാനുള്ള ബുദ്ധിയും. അവസരം കിട്ടിയാൽ അതിൻ്റെ പരമാവധി ഉപയോഗിക്കാനുള്ള ധൈര്യവും വേണം. അതിനേക്കാൾ പ്രാധാന്യമായി എപ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം എന്ന ബോധ്യം വേണം. മമതയുടെ കാര്യത്തിൽ ആ ബോധ്യമാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നുന്നത്. മാത്രമല്ല, പണ്ട് നിവിൻ പോളിയുടെ ബോസ് ആൻഡ് ഗോ എന്ന സിനിമയുടെ സൈഡ് റോൾ ചെയ്ത് മമിത ഇനി വരാനിരിക്കുന്ന മലയാള സിനിമ ബെത്ലഹേം കുടുംബ യൂണിറ്റാണ്. അതിലാണെങ്കിൽ നായകൻ നിവിൻ പോളിയും നായിക മമിത ബൈജു എന്നത് എത്ര വേഗത്തിലാണ് ഒരു സൈഡ് റോളിൽ നിന്ന് നായികയിലേക്ക് മമിത എത്തിയത്. അതായത് കൂടുതൽ ഒന്നും ചിന്തിക്കാനില്ല. സംഭവം ലളിതമാണ്. അവസരങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മാറ്റുന്നില്ല. പക്ഷേ ആ അവസരങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്.